മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവമാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തര പറഞ്ഞില്ലേ? ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതേമേ, സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരു ദിവസം നെല്ലൂർ മനയുടെ പടിപ്പുര തുറന്ന് സാവിത്രി വന്നു. തനിക്ക് ഈ ഗതി വരുത്തിയ നെല്ലൂർ കാരണവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു. നെല്ലൂരുകാര് കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ സാത്വിക ഭാവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർ കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു. പാലുകാച്ചലും സദ്യയും. ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന്. പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു. സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ നേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി. പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത്. നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി. അറിഞ്ഞോ വിശേഷം? അവൻ തിരിച്ചു വരുന്നു. ആരാ കുട്ടിയെ? കുഞ്ഞുണ്ണി. ഒടുക്ക നെല്ലൂർമനെ വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്തു വിലക്ക്? ചുളുവിലക്ക്. എന്താ നിനക്ക് വേണോ? അവനെ ഇപ്രാവശ്യം സാവിത്രി തന്നെ കൊന്നോളും. നമ്മളതിന് ബന്ധപ്പെടണ്ട. വേണ്ട. പക്ഷേ അവനെ സാവിത്രിയുടെ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. വാ.
വന്ന് വണ്ടി കയറി, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പൂർവം ഭവേൽ തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കൊമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്. ഇതുപോലൊരു അർത്ഥമില്ലാത്ത ശ്ലോകമാണ് പിഷാരടി മാമ ഇപ്പൊ എന്നോട് ചൊല്ലിയത്. നെല്ലൂർ മന അരക്കില്ല വണത്രേ. സംശയം വേണ്ട, അത് സത്യാണ്. യക്ഷിക്കഥകൾ പറഞ്ഞ് നാട്ടുകാരെ നശിപ്പിച്ച ഒരുപാട് മനകൾ കുഞ്ഞുണ്ണി ചുളുവിൽ വാങ്ങിച്ചിട്ടുണ്ട്. അറിയാം. അവിടെയൊക്കെ സായിപ്പന്മാര് ഡോളറുകൾ തന്ന് നല്ല ലാവിഷായിട്ട് താമസിക്കുന്നുണ്ട്. അതുപോലല്ല ഇത്. ഉണ്ണി അവിടേക്ക് പോകരുത്, പ്രത്യേകിച്ച് പട്ടാഴിന്നൊരാൾ. എന്താ പട്ടാഴിന്ന് ഒരാൾ പോയാല് നെല്ലൂർ മന പിടിച്ച് വീഴുമോ? ഇതിനു മുമ്പ് ആരെങ്കിലും പട്ടാഴിന്ന് നെല്ലൂർ മനയ്ക്ക് പോയിട്ടുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. വാസ്തുവാചാര്യൻ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാ മരിച്ചത്? ഇനിയിപ്പോ ഉണ്ണി അതൊന്നും അറിയണ്ട. അറിയണം എനിക്ക്. രാവും പകലും എന്റെ അച്ഛന്റെ കൂടെ നിഴൽ പോലെ നടന്നത് നിങ്ങളാ. പറയിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഞാൻ. പിഷാരടി, നടന്നതെല്ലാം അവൻ അറിയട്ടെ. വാങ്ങാൻ പോണ മനയുടെ മേന്മയും ചെമ്പ്രയിൽ നടന്ന മനുഷ്യക്കുരുതികളും. ചെമ്പ്രയിൽ പണ്ട് സംഭവിച്ചതെല്ലാം ഒരു കഥ പോലെ ഓർത്തു നടന്നു ചെമ്പ്രക്കാർ. കാലവും തലമുറകളും മാറി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാഴി ഇല്ലത്തിന്റെ പടിപ്പുരയിൽ വന്ന് ഒരാൾ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. തലയ്ക്ക് മീതെ നിൽക്കണ ശാപത്തിന്ന് ഒളിച്ചോടിയ നെല്ലൂർ മനയുടെ ജീവിച്ചിരുന്ന ഏക അവകാശിയായ നെല്ലൂർ ഹരിനാരായണനായിരുന്നു ആ നിർഭാഗ്യവാൻ. വാസ്തുവാചാര്യനായ പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാദങ്ങളിൽ വീണ് തലതല്ലിക്കരഞ്ഞു. തിരുമേനി വന്ന് നെല്ലൂർ മന ശുദ്ധിയാക്കി തരണമെന്ന് അപേക്ഷിച്ചു. പട്ടാഴി ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ട് മാത്രമേ സാവിത്രിയെ തളയ്ക്കാൻ പറ്റൂന്ന് നെല്ലൂർ ഹരിനാരായണൻ അറിയാമായിരുന്നു. സഹായം ചോദിച്ച് കാലിൽ വീണവരെ ആട്ടി ഓടിച്ചിട്ടില്ല പട്ടാഴിയിലാരും. പട്ടാഴി തിരുമേനി നെല്ലൂർ മനയിലേക്ക് വരാമെന്ന് വാക്കുകൊടുത്തു. അന്ന് പട്ടാഴിയിലുള്ളവരെല്ലാം തടഞ്ഞിട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ശങ്കരൻ നമ്പൂതിരിപ്പാട്. പുറപ്പെട്ടു. അനിയനെയും സഹായി പിഷാരടിയെയും കൂട്ടി ആ ശാപഭൂമിയിലേക്ക്, നെല്ലൂർ മനയിലേക്ക്. ഓം വിശ്വകർമ്മണേ നമഃ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം തിരുമേനി ഇവിടെ താമസിച്ച് നെല്ലൂർ മന മനുഷ്യവാസ യോഗ്യമാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ എന്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. പേർഷ്യന്ന് വന്ന മഠത്തിൽ അബ്ദുള്ള മന വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊണ്ട് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും. ഇവളുടെ മരിച്ചുപോയ അമ്മയുടെ ആഗ്രഹം പോലെ ഇവളെ ഞാൻ പഠിപ്പിക്കും, വലിയ നിലയിലാക്കും. പിഷാരടി, അടുക്കളയിൽ ഗംഗാജലം തെളിച്ച് അഗ്നി തെളിയിക്കുക. മണിയങ്കോട്ട സാവിത്രി അറിയട്ടെ നമ്മളിവിടെ എത്തിയെന്ന്. ജലയക്ഷിയുടെ ആവാസഭൂമി, പാതാളത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മഹാസിര. എവിടെയാ കുളം? അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ. തീ കത്തിച്ചോളുക. അയ്യോ തിരുമേനി! 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 ഓ അയ്യോ തിരുമേനി! തിരുമേനി! അയ്യോ ചതിച്ചോ തിരുമേനി! തിരുമേനി!
ഒന്ന് ചവിട്ടുക. നമസ്കാരം. കേറ്. ഞാൻ നിരൂപിച്ചു സാറിന് മന കാണാൻ വരില്ലാന്ന്. എനിക്ക് കാണണം എന്റെ അച്ഛനെ കൊന്ന നെല്ലൂർ മന. അംശം അംശയോട് ചേർന്ന പോലെ ഇത് സാറിന് വിധിച്ചാട്ടോ. ഇത്തിരി അടിച്ചു തള്ളിയും അന്തിത്തിരിയും കൂടെ ആയാൽ ഇതൊരു അമ്പലായി. അവകാശം കിട്ടിയോ? അയ്യോ, ഈ ലോകം മുഴുവൻ തിരക്കിട്ടോ കിട്ടണ്ടേ സാറേ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒരു കള്ളത്താക്കോലേ. പിന്നെ അവകാശി, അതിനങ്ങനെ ഒരാളുണ്ടായിട്ട് വേണ്ടേ? അങ്ങനെ ഒരാളുണ്ട്, ഞാൻ കണ്ടു. കണ്ടോ? ആരാ സാറേ? ഇപ്പൊ എവിടെ ഉണ്ടാ വിദ്വാൻ? ഞാൻ നിത്യവും നടക്കുന്ന വഴിയിൽ നിധി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. എവിടെയാ എന്റെ അച്ഛന്റെ ജീവനെടുത്ത ആ യക്ഷിക്കുളം? മണിയൻകോട്ട് സാവിത്രിയുടെ നീരാട്ടുപുര. അത് സാവിത്രി. അതൊക്കെ ഓരോ പഴംപുരാണങ്ങളാണേ. ആളുകളെ പറ്റിക്കാൻ ഓരോ പൂച്ചകള്. സാറ് വരിക. ഹൈ, എല്ലാം കള്ളത്താക്കോലായതുകൊണ്ട് ഏതൊക്കെ പാകാറും. സാറേ, സാറ് പിന്നിലില്ലേ? അതിശേഷ ഇതെന്തോ ആയ. കുഞ്ഞുണ്ണി സാറേ, സാറേ, ഹായ് കുഞ്ഞുണ്ണി സാറേ. സാർ ഇത് എവിടെ പോയി? സാറേ, സാറേ, ഹായ്, ഇതെവിടെ പോയി കിടക്കണോ? ചുട്ടേട്ടാ, ചുട്ടേട്ടാ. എന്താ? കുഞ്ഞുണ്ണിയുടെ ശവം പൊങ്ങിയിട്ടില്ല ഇതുവരെ. സൂര്യയുടെ കണക്കാണ് നമ്മൾ തീർത്തത്. ഇനിയും നടക്കണ ഒരു നരബലി കൂടെ. അത് സാവിത്രിക്ക് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യമായി. മതിയച്ച, ഇവിടെ നിർത്താം. എന്താ ഏട്ടന് ഭയം തോന്നുന്നു? അതെ, സൂര്യനെ പോലെ തേജോമയനായ ഒരു ഏട്ടനുണ്ടവന്. കുഞ്ഞുണ്ണി അല്ല മാധവൻ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. ദ്രോണരാ. ആ, അവനും വരട്ടെ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ ദ്രോണാചാര്യരെ.
കണ്ണു തുറന്ന് കാണു സാറേ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്തു വെച്ച പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? ദേവി സാവിത്രി, ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കണേ. നാൾക്ക് നാൾ ശക്തിപ്പെട്ടു വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി? മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ചാ കളിക്കുന്നവന്റെ ഗതി ഇതാ. ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട. ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം. എന്നാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ. അല്ലെങ്കിലും ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ. സാറേ, ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്രകോടികൾ കഥിപനാം ദ്രോണ, മാധവൻ, പട്ടാഴി മാധവൻ. ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുമുണ്ടൊരു മാന്യത. നിന്നെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുകയാണ്. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളും. മാറ്. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്കുക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്തണം. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ. നിനക്കെന്ത് പറ്റി? എവിടെ പോയടാ നിന്റെ ചങ്കൂറ്റം? ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല, ചെമ്പ്ര മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന്. ആ നിനക്ക് രക്തം കണ്ട പനിക്ക്. ഓ അച്ഛൻ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. പിന്നെ എനിക്ക് സാധിച്ചില്ല. മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി. സാവിത്രി? അതെ, കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി.
അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി, താനേ ആടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം, ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി. കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലുണ്ട്. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ, ഇതാ രാജീവൻ. പാതയ്ക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം. ഗജകേസരി യോഗമുണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്. മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. അയമോദന കാമധുഹോസ്തു അനന്ത അക്ഷീയമാണ സുരഭി സർവകാമീ സത്വോപതിഷ്ഠതു അജര നിത്യഭൂത സുധാം തുഹാന അമൃതാഗ്നസ്തർപ്പയന്തു കുഞ്ഞുണ്ണി ശർമ്മണ ഉപതിഷ്ഠതു. ഇല്ല, കർമ്മ നോക്കണില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. കണ്ടില്ലേ പവിത്ര അഴിഞ്ഞു വീണത്? പൂണൂല് വലത്തോട്ടിടാനും മറന്നിരിക്കണു. ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. ഈശ്വര കാത്തോണേ. കണ്ടു നിൽക്കാൻ പറ്റണില്ല. ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴയ്ക്കണു. ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി ഭൂമുഖത്തുനിന്ന് പോവും. മണിയങ്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ. ഒരു പട്ടാഴി മാധവൻ. കേട്ടോളെ, നീ പഠിച്ചോ പഠിപ്പിച്ചൊക്കെ ഇന്നത്തോടെ മതി. എന്നെ ഒന്ന് വിട്, ഞാൻ വരുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. ഞങ്ങൾ അറിയാതെ എന്ന് മുതലാ നിനക്ക് ഈ മാധവൻ ഉണ്ടായത്? നിന്റെ ഒരു ആരാധനാമൂർത്തി. അച്ഛാ, ഞാൻ മിണ്ടരുത്. നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴി കിഴിവെച്ച് സാഷ്ടാംഗം പ്രണമിച്ചാലും വിട്ടുകൊടുക്കില്ല കുത്തൻ. ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക്. തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. പട്ടാഴി മാധവനോട്. ഹലോ സാർ. ഇയാളാണോ മാധവൻ? അല്ലച്ചാ, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങണം. ധൈര്യമായിട്ട് വന്ന് കയറ്. കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ. ഒരുത്തനും നമ്മളെ തടയില്ല. നീ ഇവിടെ കൊണ്ടുപോകുന്നൊന്ന് കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതിട്ടോ മണിയൻകൊട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിൽ എറിയും. വാസോ, ഓ അടിച്ച് കൊല്ലടാ രണ്ടരയും. എന്താടാ?
ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവണം. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മോണിയംകൂട്ടി രാവണം. ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. രണ്ടായാലും എനിക്ക് വിരോധമില്ല. അയ്യോ, അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ? ഓ മനസ്സിലാവണില്ല. അതാണ് ആത്തേമ്മ. ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ. ആരാണാവോ? അമ്മേ, ഹായ്, എന്താ അത്? കുട്ടി ഏതാ? അമ്മ എന്നെ ശപിക്കരുത്. പാർവതി, ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ കാണാലോ, അമ്മയ്ക്കും ചിറ്റശിക്കും ഇനി കണ്ണ് നിറയെ കാണാം. ഇത് മിത്ര നമ്പൂതിരി, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ. പഠിച്ചത് ഇവിടെ തന്നെ. ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും. നന്നായി വരൂ കേട്ടോ. ഏതാ ഇല്ലം? അത് മണിയാമ്പള്ളി. മണിയാമ്പള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ലം കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി മനസ്സ് തുറന്നങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്നിട്ട് അമ്മയുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവാ. എന്താ? പൊട്ടി. ഇനി മുതൽ ടീച്ചറാ ഇവിടുത്തെ ആത്തേമ്മ. ശിവ ശിവ, എന്തായി കാണുന്നത്? എടാ, എന്ത് തോന്നിയാസം കേട്ടാന്നായോ നിനക്ക്? കിരാവൻ ഇല്ലത്തിന്റെ അന്തസ് കെടുത്തിയില്ലോ നീ. ഞാൻ കിരാതനും കാട്ടാളിനും ഒക്കെയാ സമ്മതിച്ചു. പക്ഷേ ഇത് എന്റെ വധുവല്ല. പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി. എന്താ ആർക്കൊന്നും മനസ്സിലായില്ലേ? ശിവ ശിവ ചോദിച്ചു നോക്കൂ. ഇവൻ പറയണതൊക്കെ നേരാ? അതെ. മാധവ, മാധവ കേശവ. വൈകിപ്പോയി. ഇനി വിചാരണ വിളിച്ചോദ്യമൊന്നും വേണ്ട. വേണം. അവന്റെ മനസ്സറിയണോ എനിക്ക്? അറിഞ്ഞു. ദുരഭിമാനം വാതുറക്കില്ല, പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും. കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം. അതേ കുഞ്ഞുണ്ണി കേൾക്കൂ. ഈശ്വര, പാർവതി ഒന്ന് കിടക്കണം. അയ്യോ, അയ്യോ, ആത്തേമ്മ. ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ബോധക്ഷയാ. അതിന് മരുന്നില്ല. ടീച്ചർ മുകളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ച് ദിവസമായി. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാ, തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും. അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. അനുജന്റെ ഉപദേശം ഞാനിക്കിഷ്ടാവില്ല. അതുകൊണ്ട് ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതൂടെ ചേർത്തൊന്ന് ഓതി കൊടുത്തു നോക്ക്. ചിലപ്പോ ഗുണുണ്ടാവും. കണ്ടുവല്ലേ, അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ. പട്ടാഴിയിൽ ഒരു സ്നേഹപ്പാലാഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അതിത്രയും ചൂടുള്ള ഒരു ചെങ്കടലായിരിക്കുമെന്ന്. അല്ലേ? മുൻഷുണ്ടി ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം. അനിയനോ? ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ. കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ. പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ. അതെനിക്കിന്ന് മനസ്സിലായി. ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല, ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട്. എന്താ ഇത്? ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ. ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ. എന്താ ഇയാൾ ഉദ്ദേശിക്കണേ? എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം. ഇപ്പോ ഈ നിമിഷം. കൊള്ളാം. കൊട്ടും കുരവയും അഗ്നിസാക്ഷിയുമില്ലാതൊരു വേളി നടക്കട്ടെ. അതാവും യോഗം. എന്നാലും 1000 കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന്. അത് മതി, എനിക്കത് മതി. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ?
ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം, ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു ധാത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട്. നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്നറിഞ്ഞു. മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ. ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്.